കുതിച്ചുയരുന്ന തിരമാലകളെയും അസ്തമയ സൂര്യനെയും സാക്ഷിയാക്കി ഹാസ് തലക്കൊള്ളി അവതരിപ്പിക്കുന്ന 5ാമത്തെ നാടകം കുറുക്കൻ മൂലയിലെ നായാട്ട്. ഇതിന്റെ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി മരിക്കാൻ പോകുന്നവരോ നാട് വിട്ടുപോയവരോ നാട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കുന്നവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ കാണുന്നതും കണ്ടതുമെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാഴ്ച ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ കാണുന്നതെല്ലാം പൂർണ്ണമായും ശരിയാകണമെന്നില്ല. കണ്ടതെല്ലാം വിശ്വസിക്കുന്നത് കാഴ്ച ഉറപ്പാക്കിയതിനു ശേഷം. നാടകം ബുക്ക് ചെയ്യുന്നതിനായി ബന്ധപ്പെടുക. ഹരിശ്രീ, തലക്കൊള്ളി. ആത്മാവിന്റെ കലയാണ് നാടകം. മനുഷ്യന്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന കല. ഇന്ന് കൊള്ളയും ആക്രമണങ്ങളും പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കാൻ മറന്നുപോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. കുറുക്കൻ മൂലയിലെ നായാട്ട്. ഹലോ. ഈ നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ: ഗാനം ശ്രീരാഗ് കർത്തവാറ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഫോർ മീഡിയ കുറുമശ്ശേരി, സംഘട്ടനം അഖിൽ ഔഡി, ഛായാഗ്രഹണം ജിത്തു, ഡയറക്ഷൻ ശ്രീഹരി കർത്തവാറ, വസ്ത്രാലങ്കാരം കണ്ണൻ മടത്തിൽ, ഗതാഗതം അരുൺ ആഞ്ജനേയ, കലാ സംവിധാനം ഡയറക്ഷൻ സൂരജ് വടക്കേടത്ത്. സ്പെഷ്യൽ താങ്ക്സ് കണ്ണൻ ചേട്ടൻ, കിച്ചു, സുമേഷ്. ഡിസംബർ 25, 2025 രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും മദ്യലഹരിയിൽ മതോന്മത്തനായി അഥവാ അഴിച്ചു കോൺതെറ്റി കിടന്നുറങ്ങിയ സമയം. അവർ ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം നാടിനെ ഉലയ്ക്കുമെന്ന്. ഉറങ്ങിക്കിടന്നിരുന്ന കുറുക്കൻ മൂലയെ ഉണർത്തുന്നത് ഒരു വലിയ സംഭവമായിട്ടാണ്. അതിന്റെ വാട്സപ്പ് മെസ്സേജ് കണ്ടാണ് അവർ ഉണരുന്നത്. ഹലോ. നാട്ടിലൊന്ന് അറിയിച്ചേക്കാം. കുറുക്കന്മാരുടെ ഗ്രൂപ്പിലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കുഞ്ഞൂട്ടനാണ്. നമ്മുടെ ഇവിടെ സുമോദിന്റെ ചായക്കട പൊളിഞ്ഞടക്കുന്നുണ്ട്. കുറുക്കൻ പൊളിച്ചാണെന്നാണ് എൻ്റെ നിഗമനം. എല്ലാവരും വന്നൊന്ന് നോക്കുക. അയ്യോ പോയി. ഇതാരും മനഃപൂർവ്വം ചെയ്തതാ. പൊളിച്ചത് മനഃപൂർവ്വം. കുറുക്കനല്ല, പുലിയാണെന്നാ തോന്നണേ. പുലിയാ? ഇവിടെ പുലിയും വന്ന. അയ്യോ, ഞാൻ പണ്ട് ഡെറാഡൂണിലായിരുന്ന കാലത്ത് അവിടെ ബോർഡറിൽ പറക്കണ കാലം. ഏത് ബോർഡർ?
കഥയില് വേറെ ഒന്നുമില്ല. ആ ഉവ്വ. അവിടെ ഇതുപോലൊരു കടയുണ്ടായിരുന്നു, ചായക്കട. ഓ ബോർഡറില് ചായക്കടേ. സുമോദിന്റെ അല്ല, സുക്കുന്ദർ സിംഗ്. അമ്മോ. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി കടയിൽ പോയി. അപ്പൊ ഉണ്ടല്ലോടാ 2 പുലികള് അവിടെ നിന്ന് ബോണ്ടായിരിക്കും. ബോണ്ട് പുലിയാ? വടാപാവ്, അവിടെ വടാപാവല്ലേ? ആ അപ്പൊ ശരിയാണ്, അല്ലെങ്കിൽ പിള്ളേർ നോണ പറയാൻ ചെയ്ത് തന്നെ. ആ പിന്നെ ഞാൻ അവിടെ പോയില്ല, ഞാൻ ആ വഴി വീട്ടിൽ പോയി. അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. എനിക്കൊരു സ്പേസ് കിട്ടി, ഞാൻ കയറി തള്ളി. അല്ല, ഞാൻ കഥ പറഞ്ഞു. എന്താ പൊന്നോ. പുലി എന്തായാലും എനിക്ക് തോന്നണ്ട, അല്ലെ പുലിയുടെ എന്തായാലും വയറിള കിട്ടിയില്ലേ? അതെന്താ ചേട്ടാ അങ്ങനെ വർത്താനം? എന്റെ കടയിൽ നിന്ന് സാധനം കഴിച്ചിട്ട് ഇന്നവരെ ഒരു പട്ടിയുടെ വയർ ഇളകിയിട്ടില്ല, എന്റെ പോലെ ഇളകിയിട്ടില്ല. നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നേതാവ്. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പുലി അറിയുന്ന മെമ്പർ അറിഞ്ഞില്ലേ? റോഡ് പണിയിൽ അഴിമതി നടന്നിട്ടാ, വേറെ എന്താ പ്രശ്നം? അതല്ല, റോഡ് പണിയായി അപ്പ. കുറുക്കനാണ് ഇവിടെ ആരിന് മൊത്തം. അതിപ്പോ പ്രശ്നം. ഞാനേ അടിയന്തരമായിട്ട് യോഗം വിളിക്കട്ടെ, എന്നിട്ടൊക്കെ തീരുമാനിക്കാം. മെമ്പർ അടിയന്തരമായിട്ട് യോഗം വിളിക്കുമ്പോ ഇവിടെ പലരുടെ അടിയന്തരം കഴിയും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇവിടെ 2 പോലീസുകാരുണ്ട്, അവരുടെ അടുത്ത് കൊടുത്താലോ? അതാർക്കത്? അത് 2 പോലീസുകാരുണ്ടല്ലോ, അതല്ലെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് കൊടുക്കാം, കൊടുക്കാനുള്ള. ഞാനിവിടെ ഫോറസ്റ്റിന്റെ കാര്യമുണ്ടോ? 2 കുറുക്കനെ ഫോറസ്റ്റിനൊക്കെ അറിയിക്കണോ? അപ്പൊ 2 കുറുക്കനാണെന്ന് അറിയാലേ? സുമോ ആ നിങ്ങളാണത്. ഇതിന് ചെറിയ കാര്യത്തിന് ഫോറസ്റ്റിന് ഒരു കാര്യമുണ്ടോ? എന്റെ ഡെറാഡൂണിൽ തോക്കിരിക്കല്ലേ? വെളിച്ചെന്റെ തോക്കോ? പിന്നെ ഞാൻ എത്ര യുദ്ധം കണ്ടതാ. തോക്ക് അത് വെറുതെ തൂക്കിയിട്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. തോക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പൊ പൊട്ടിക്കും നിങ്ങള്. മോനെ ഒരു സീരിയസ് കാര്യം പറയുന്ന സമയത്ത് ചെറ്റവർത്തനം പറയണല്ല. ഞാൻ പോയി തോക്ക് പൊളിച്ചു ചെയ്തിട്ടില്ല. ബാക്കി കാട്ടി കാണാം. ഇയാളെ കൊണ്ടൊന്നും നടക്കില്ല. ഇതിന് തീരുമാനമാണെങ്കിൽ യൂത്ത് ഇറങ്ങണം. അതെ, അതിന് പറ്റിയ പിള്ളേര് നമ്മുടെ നാട്ടിലുണ്ട്. ആ റെഡ്ഡിയും ടീമും അവന്മാര് എവിടെ? ഈ നരിന്റെ പിള്ളേരാണോ കുറുക്കനെ പിടിക്കാൻ പോണത്? അവന്മാര് പിടിക്കും. ഇവന്മാരൊന്നും വിചാരിച്ച് നടക്കില്ല. അതിന് നാട്ടിലെ പിള്ളേർ തന്നെ ഇറങ്ങണം. അല്ലെങ്കിൽ ഞാൻ നോർത്തിൽ പോയിച്ചിട്ട് ഇറക്കിയാലോ? അതിനൊക്കെ ഫണ്ടാവൂലേ? അല്ല, ഫണ്ട് നമുക്ക് ഒപ്പിക്കാലോ. എങ്ങനെ ഫണ്ട് ഒപ്പിക്കാൻ നമുക്ക് ആളുണ്ടല്ലോ, നമുക്ക് ഇറങ്ങണം. عندي خوش في أسوار يا أخي تفوز والله خوش رقص يا أخي تفوز عندي خوش في أسوار يا أخي تفوز والله خوش رقص. ഫണ്ടെന്ന് പറഞ്ഞേ, ഫണ്ട് എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. ഫണ്ടുകൾ എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എന്റെ കടകളൊക്കെ കിടപ്പുണ്ടോടാ, ഉണ്ടംപൊരിയും പോയി, വടയും പോയി, ചായയും പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. എന്താ അമ്മ നിന്റെ പ്രശ്നം? ഇപ്പൊ കടയാണോ നിന്റെ ഉണ്ടംപൊരിയാണോ? നീ കണ്ടില്ലേ കുറുക്കൻ കട പൊളിച്ചിട്ട് എങ്ങനെന്ന്? അപ്പൊ ഈ നാട്ടിലെ പ്രശ്നം എന്താണ്? അതല്ല, അത് ഞാൻ പറയാം. ആ അതായത് ഈ നാട്ടിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ കുറുക്ക ശല്യമാണ്. ആ അതിപ്പോ പ്രമോദിന്റെ കട വരെ എത്തി എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പ്രമോദ് സുമോദിന്റെ കട വരെ എത്തി എന്നാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന് ഇയാൾ പറഞ്ഞപ്പോ അല്ലല്ല, അത് ഞാൻ പറഞ്ഞാലേ ഒഫീഷ്യൽ ആവുള്ളൂ. ഞാനാണ് നേതാവ്. നാട്ടിലെ പ്രശ്നം ഇപ്പൊ എന്താണ്? ഒരു കുറുക്കനാണ് ഈ നാട്ടിലെ പ്രശ്നം. അതെ. അപ്പൊ അതിന് നാളെ മെമ്പർ നിൽക്കണേ, അത് പരിഹാരം ഉണ്ടാക്ക്. പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. അതിനെന്താ വേണ്ട? നമ്മൾ സെറ്റ് ചെയ്യില്ലേ? ഫണ്ട് വേണം. ഫണ്ട് നമ്മൾ ചേർക്കില്ലേ? അതെ അതെ അതെ, ഒരുപാട് ചർച്ചയൊന്നും വേണ്ട. ഒരു 10 അങ്ങോട്ട് എഴുതിക്കോ, അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാം. ഓനെ ഓ മെമ്പറിന്റെ പോക്കറ്റ് വികസന ഫണ്ടിലേക്ക് അതെ, ഫണ്ട് എന്നല്ല പറഞ്ഞേ,
ഈ നാട്ടിലെ പണ്ടുണ്ടായിരുന്ന കുറുക്കനും പുലിയും ഈ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാർ കല്ലെറിഞ്ഞ് അതിനെ ഓടിച്ചിരുന്നു. ഇന്ന് കാലം മാറി, ആളുകൾ മാറി, സാഹചര്യം മാറി. ഇന്ന് നമുക്ക് വേണ്ട എന്താണെന്നറിയോ? AK-47, ഗ്രനേഡ്, മിസൈല്, മലപ്പുറം കത്തി, പോർച്ചുഗീസ് റൈഫിളൊക്കെ വേണ്ടേ? ഒക്കെ നമ്മൾ ഇറക്കാൻ നിൽക്കാവിടെ. ഇതൊക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഇത് ഇറക്കിയുള്ള കുറുക്കനൊക്കെ ഓടിക്കും. അപ്പൊ അത് മതി. അതുപോലെ അപ്പൊ വണ്ടി ഈ പരിപാടി ഉഷാറാക്കാം. ഓക്കെ അല്ലേ? എല്ലാം ഓണല്ലേ? എല്ലാം ഓണായിട്ടെങ്ങനെ അപ്പൊ അപ്പൊ ഇങ്ങനെ നമുക്ക് തുടങ്ങാലോ, ഫണ്ട് കിട്ടി തുടങ്ങാലോ പരിപാടി. ആ എടാ മഞ്ജു, നീ എവിടെ പോണു? ചേട്ടാ ഞാൻ നടക്കാറിയില്ല, അമ്പലത്തിൽ വരെ പോണം. ഓ ഇപ്പൊ നീ രാവിലെ നടക്കലും അമ്പലത്തിൽ പോക്കുമായിട്ട് വലിയ പോയാലേ തിരിച്ചെന്നാ അത് തന്നെ. ഇവ രാവിലെ ഇങ്ങനെ കുളിച്ചൊരുങ്ങി പോണേ കാണാം. ബാക്കി എന്താവോ എന്തോ. അപ്പൊ ശരി, കാണാം. ഞാനും വരണ്ട്. അപ്പൊ എങ്ങനെ വൈകിട്ട് തുടങ്ങാല്ലേ? അല്ല നമ്മുടെ പിള്ളേര് പോയിട്ടുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നോക്കാം. എന്തോരം നേരെ നമ്മൾ വെയിറ്റ് ചെയ്യണു. ആ മറ്റേ പുള്ളി പശുവിനെ കെട്ടാന്നും പറഞ്ഞ് പോയതുള്ള കണ്ടില്ല. പിന്നെ ഞാൻ തന്നെ എത്ര പരിപാടി മാറ്റിച്ചിട്ട് വന്ന് നിൽക്കണമെന്നറിയോ? എനിക്ക് എന്ത് പരിപാടിയാണ്? ആൾക്കാരെ പറ്റിക്കലല്ലേ. അല്ല അങ്ങനെയല്ല പരിപാടി. എന്താ കാണാം? പണികളും പലവട്ടം പിടിവിട്ട സൗന്ദര്യ കണ്ടിറങ്ങിയ തീർപ്പാകാതിരിക്കുമോ മുതലിപ്പം കൈകടത്തായി പട്ടക്കകൾ പൊത്തുങ്ങൾ പുട്ടുക്കളും ദേശത്തിൻ ആഘോഷത്തിന്റെ എടാ നീ ഗണ്ണാണ് ഗണ്ണ്. 1.5 ചാൻ പിസ്റ്റൺ അല്ലത്. പൂരപ്പറമ്പിന്ന് മേടിച്ച പൊട്ടാസോ കണക്കാണെന്റെ പോറ്. അയ്യോ അയ്യേ പൊട്ടിയില്ലേ പൊട്ടിയില്ലേ. ഓ ഈ പൊട്ടാസ് നോക്കായിട്ടാണ് നിങ്ങൾ പുലിയെ പിടിക്കാൻ ഇറങ്ങിയേക്കണേ. ഇത് വെറും സാമ്പിള്. വേറെ എന്റെ വീട്ടിലിരിക്കണ്ട്, അത് ഞാൻ കുറുക്കിന് വെച്ചേക്കാ. ആ കുറുക്കനെ പിടിക്കും എന്നിട്ട്. പിടിച്ചിരിക്കും. ഇതൊക്കെ എന്തിനാടാ ഞങ്ങളോട് പറയണേ? അയ്യോ മെസ്സേജ് ഉണ്ടോ? എങ്ങനെയാണോ ഒന്ന്? ആ സൂര്യൻ ചേട്ടന്റെ മെസ്സേജ് ആണല്ലോ. മകനെ കാണുവാനില്ലെന്നാണ് മെസ്സേജ് പറയണേ. മകനെ കണ്ടു കിട്ടിയാൽ അറിയിക്കണം എന്നാണ് അറിയിപ്പ്. ഈ പുള്ളിയുടെ മോൻ പോയിട്ട് കുറെ കാലമായാലും ഇതുവരെ വന്നില്ലേ? ഞാൻ ഈ മെസ്സേജ് അയച്ചിട്ട് എന്താ കാര്യം? അത് പോയത് പോയി പോട്ടെ. അതൊരു പോക്ക് പോയിന്ന് തോന്നണം. വേറെ എന്തൊക്കെയാണോ നടന്നത്? പരിഷ്കാരി വച്ച മലയാളി ഉഷ മുതലാളി മദ്യം മദ്രാശി വായട് കാൽവായാടി വാക്കട് കാൽവാക്ക. കുഞ്ഞൂട്ടാ കുറുക്കനപ്പുറത്തൊക്കെ എന്തായി? കൂർക്കം പിടിച്ചാ നിക്കട്ടെ. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അവിടുന്ന് പൂവർക്കണ്. നമ്മുടെ കുഞ്ഞച്ചൻ ക്രിസ്മസിന് പൂടാനാട്ടെ. അയാളുടെ കൂടുതൽ ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ പൊന്നപ്പ എന്ത് ചെയ്യാനാ? എടാ നമ്മുടെ നാട്ടില് 2 ആന വിഴുങ്ങലുണ്ടായിരുന്നല്ലോ. അവന്മാർ ഈ സംഭവത്തിലൊന്നും കാണുന്നില്ലല്ലോ. ആ അവന്മാരല്ലേ ആനവഴി നകുലനും കിച്ചു. ആ അവന്മാര് കഴിഞ്ഞ പൂരത്തിന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ, ഗുരുവായൂർ കേശവൻ, പാമ്പാടി രാജൻ എന്നൊക്കെ പറഞ്ഞു വന്ന്, എന്നിട്ട് ഏതോ കുന്നുകുളത്തെ കുടിയാനെയും കൊണ്ട് വന്ന് പൂരം നടത്തിയിട്ട് പോയി. അന്ന് മുങ്ങിയതാ, പിന്നെ പൊങ്ങിയിട്ടില്ല. ഇനി അടുത്ത പൂരത്തിന് വരുമായിരിക്കും. എന്തൊക്കെ കാണണം എന്റെ ഈശ്വര ഇവിടെ. എന്നാലും എന്താ കട വിളിച്ചവൻ ആരാണോ ഈശ്വര? ഹലോ ഹലോ എടാ മോനെ കേക്കണല്ലോടാ. ഹലോ എസ്കുട്ടാ, അവനാണല്ലോ കേക്കണല്ലോ. സുമോദേട്ടാ പറയടാ. കട പൊളിഞ്ഞെന്ന് കേട്ടു. എന്തേലും ഉണ്ടാ ബാക്കി തിന്നാൻ? എടാ മോനെ പൊളിഞ്ഞ കടയല്ലടാ. ഇനാന്ന് ഇനി എന്ത് തിന്നാൻ കിട്ടാനാ? എനിക്കൊരു പഴമ്പുഴുടെ കഷ്ടം പോലും അവന്മാര് വച്ചിട്ടില്ല. എല്ലാം തിന്നുകൊണ്ട് പോയടാ. സോടെങ്കിലും എത്തിക്ക്. വിഷന്നിട്ടല്ലേ സുമോദേട്ടാ? ആ നിനക്കുള്ളത് ഞാൻ എത്തിക്കാം. ശരിട്ടാ. ഓ ആ എസ്കുട്ടൻ അവന് തിറ്റയുടെ വിചാരല്ലേ ഉള്ളൂ. വിശപ്പിന്റെ ഒതുക്കുള്ള ഇറക്കാനാണല്ലോ.
അവനാണോ വിളിച്ചേ? ആ. അവൻ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തിനാ? കുറുക്കനെ പിടിക്കുമ്പോ തുടപ്പീസ് അവൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അതിന്റെ അപേക്ഷ വെച്ചിട്ടാ പോയത്. അതെന്ത് വർത്താനോ? കുറുക്കൻ പൊളിച്ചത് എന്റെ കടയല്ലേ, അപ്പൊ തുടപ്പീസ് എനിക്കല്ല എന്റെ, അവനോട് എന്തിനാ? അത് നമുക്ക് പരിഗണിക്കാം, പരിഹാരം ഉണ്ടാവും. വേറൊരു കാര്യം അവനെ പറ്റി എനിക്ക് പറയാനുണ്ട്. എന്താണ്? ഈ നാട്ടിൽ 10-12 മയിലുണ്ടായിരുന്നു, നാടിന്റെ ഒരു ഐശ്വര്യമായിരുന്നു. ഇവൻ ഡെയിലി അരിയിട്ട് അവൻ വീട്ടിൽ കയറ്റി. ഇപ്പൊ 12 എണ്ണത്തിനെ കാണാനുള്ള. കഴിഞ്ഞ ദിവസം ഇവൻ റോട്ടിൽ കൂടി മയിലെണ്ണാന്നും പറഞ്ഞ് ഫോണേ കണ്ടു. ഈ അടുത്ത കേസിന് പുറകെ പോണോ? അവൻ ആ മയിലും കൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നണേ. എടാ മഞ്ജു, ഇവരെല്ലാം അമ്പലത്തിൽ പോകുന്ന നേരത്തെ പോയേ, നീ ഇപ്പൊ എവിടെ പോണു? അത് ഓഫായി. ഇനി നോക്കണ്ട. അവൻ ഇനി നാളെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോണ വരെ കിടപ്പായിരിക്കും. അവനെടുത്ത മൂലക്കിലേക്ക് കിടത്ത് റോട്ടിൽ കിടന്ന് ചാവണ്ട വല്ല വണ്ടിയും കയറി. മോനെ മഞ്ജു, എണീക്കടാ. നിന്റെ അച്ഛനാണോ പറയണ? എണീക്കടാ, ഓടാ, പോയി കിടക്കടാ മാറി. എടാ, നിങ്ങളിത് കണ്ട? ഈ പോലീസുകാരനെയാണ് നമ്മള് കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. അവനിപ്പോ ഭാര്യയും കൊണ്ട് തഞ്ചാവൂര് എടുക്കും. ഇവൻ ഇതെന്നാ പാടി? ഇവന് പോലീസ് പണിയൊന്നുമില്ല, ഇവന് റീലോള്. വേറൊരു പോലീസുകാരുണ്ടായല്ലോ. വേറൊരു പോലീസുകാരൻ, ആ മർജനും പോലീസുകാരന് പോലീസാണോ അവൻ, പട്ടാളമാണോ അവൻ, അത് അവന് എന്താണെന്ന് അവനെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവനെ കൊണ്ടൊന്നൊരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ ഫോറസ്റ്റിൽ വിളിക്കണം. ദേ പുതിയ കാര്യം. ദാഗിനി ചേച്ചി ലെഫ്റ്റ്. നമ്മൾ ഉത്സവത്തിന് പണങ്ങി പോയ ചേച്ചിയാ. അവര് ഉത്സവത്തിന് പണങ്ങി. ഇപ്പൊ കുറുക്കൻ കാരണം ഗ്രൂപ്പിൽ നിന്ന് പണങ്ങി പോയിട്ടുണ്ടല്ലോ. ഈ പിണക്കക്കാരെ കൊണ്ട് തോറ്റു. അയ്യോ, എന്തൊക്കെ നടക്കണേ? അത് നമ്മുടെ അജയനല്ലേ വരണത്. ഇവന്റെ ലൈവ് പിടുത്തൊക്കെ എന്തായാവോ? അവൻ ലൈവിന്റെ ആളാണല്ലോ. ഒരു സുപ്രധാന തെളിവ് എന്റെ കയ്യിലുണ്ട്. തെളിവുണ്ട്. എന്റെ കടയുടെ ആണോ മോനെ? കടയുടെ നല്ല തെളിവ്. കട തല്ലി പൊളിച്ചായിരുന്നു എനിക്കറിയാം. തല്ലി പൊളിച്ചത് കുറുക്കനല്ലേ? അന്നാ ഞാൻ കുറുക്കനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് മണ്ണിച്ചേട്ടാ പോകാൻ വരട്ടെ. കഴിഞ്ഞ ദിവസം എന്റെ യൂട്യൂബിൽ ഫുൾ കമന്റ്സ് SKVK സ്റ്റോറീസ് 3995 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരു 5 സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ 4000 അടിക്കും. അതുകൊണ്ട് നല്ലവരായ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇവൻ എവിടെ ചെന്നാലും സബ്സ്ക്രൈബ് ആണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിനുണ്ട് ഇവൻ ആ കല്യാണത്തിന് വന്ന ചെക്കനെ വേണ്ടി വിളിച്ചിട്ട് ഒരു ഇവനെ അവൻ അവിടെ കയറി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു. ആളുകൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇവനെ. ഇപ്പൊ എന്തായി? എന്നിട്ട് നിന്റെ ലൈവ് കൊടുത്തെന്താ എന്ന് പറയേ? ഇവരുടെ കുറ്റം പറയുന്ന ഡയലോഗ് ഞങ്ങൾ കേൾക്കാൻ നിൽക്കാം. എന്നാലും പറയാം. കഴിഞ്ഞ ദിവസം നക്ഷത്രാമയുടെ ഒരു പ്രത്യേക വീഡിയോ എടുക്കാൻ സുമോദിന്റെ കടയുടെ ബാക്കിൽ ഞാൻ പോയി. രാത്രി ഒരു 1 മണി, 1:30, 2 മണി, 3 മണി സമയത്ത് ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പോയി. ഓക്കെ, പോയ സമയത്ത് എനിക്ക് പേടിയൊന്നുമില്ല. ഡിസംബർ 25 ആയതുകൊണ്ട് ചെറിയ തണുപ്പുള്ളതുകൊണ്ട് മാത്രം കുഞ്ഞച്ച് തന്ന മൂക്കിപ്പൊടി ഒന്ന് വലിച്ചിട്ട് ഞാൻ പോയത്. വലിച്ചിട്ട് ഒരു തുമ്മിയതും 2 പേര് മുണ്ട് പൊക്കി ഒരൊറ്റോട്ടം. എവിടുന്ന്? സുമോദിന്റെ കട ഉള്ളിന്നാണ് ഓടിയത്. അതെനിക്കറിയാൻ പാടില്ല. ഒറ്റ ഓട്ടോ ഞാൻ കണ്ട്. ഓടിയവരെ ഞാൻ കണ്ടില്ല. ആ സമയത്ത് തണുപ്പിന്റെ ആണെന്ന് ചെറുതായിട്ട് ബോധം പോയി. ഞാൻ അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊരു കാര്യമില്ല. നല്ലൊരു ഓട്ടം കുറുക്കനെ പിടിക്കാനായിട്ട്. പക്ഷെ പോവല്ലേ, തെളിവ് എന്റെ കയ്യിലുണ്ട്. പോക്കറ്റില് കൈ പോലില്ലല്ലോ. ഇതാണ് ആ തെളിവ്. ഇത് ചിത്തൂരിന്റെ അല്ലല്ല, ഇതാണ് ആ തെളിവ്. ഇതിനകത്ത് എന്ത് തെളിവാണോ ഉള്ളത്? ഞാൻ ലൈവ് എടുത്തിട്ടാണ് പോയത്. ആ ലൈവില് ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. കട പൊളിച്ചിട്ടുണ്ടോ? പറ്റിപ്പോയടാ. ഞാൻ എന്റെ ഒരു തള്ളെങ്കിലും സത്യം വേണ്ടി ചെയ്താടാ. എടാ, അതിനൊക്കെ എന്റെ കട പൊളിച്ചിട്ട് വേണോടാ നിന്റെ തള്ളു സത്യമാക്കാൻ. നഷ്ടപരിഹാരം മെമ്പർ മേടിച്ചോടാ. മെമ്പർ തരൂലോ.
മണ്ണീന്ന് വിളിച്ച വായ കൊണ്ട് അവൻ എന്നെ വേറെ വല്ലതും വിളിപ്പിക്കും. ഈശ്വര, എന്റെ കട പൊളിച്ചല്ല. അജയന്റെ ലൈവ് കൊണ്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ല. ഞാൻ എത്ര ലൈവ് ഇട്ടിരിക്കുന്നു, ഇന്നവരെ ഒരു പട്ടിച്ചാത്രം കണ്ടിട്ടില്ല. ഈ ലൈവെങ്കിലും ഒരു 100K വ്യൂ വേണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എടാ, അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനമായല്ലോ. ഞാൻ പോട്ടെ, എനിക്കൊരു അടിയന്തര മീറ്റിംഗ്. അയ്യോ മെമ്പറെ, എന്റെ കട ഫണ്ട് നമ്മുടെ നാടിന്റെ വികസന ഫണ്ടിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പോണം. ശരി. അപ്പൊ അത് പോയി. സുമോദ്, ഈ സമയത്ത് ഞാൻ ഡയലോഗ് അടിക്കണോ നീ ഡയലോഗ് അടിക്കണോ? ഡയലോഗിലൊന്നുമല്ല, എന്റെ കട പോയില്ലേ. ഇതേപോലെ ഉള്ളവന്മാരുള്ള നാട് എങ്ങനെ നന്നാവണേ? ഇവിടെ കുറുക്കനോ പട്ടിയോ പൂച്ചയോ ഒന്നുമല്ല, ഇതേപോലെ ഉള്ളവന്മാരാണ് ഈ നാട് നശിപ്പിക്കുന്നത്. പിന്നെ ഈ മെമ്പറെ പോലെയുള്ളവര് മുക്കിക്കൊണ്ടും പോയി. ഇവനെ പോലുള്ളവൻ രാത്രി പുറത്തിറങ്ങി മൂത്രം വയ്ക്കാൻ പറ്റില്ല, അപ്പോഴും വരും ലൈവായിട്ട്. ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഈ നാട് നന്നാവണമെങ്കിൽ ഇവന്മാരെ പോലത്തെ കുറുക്കന്മാരെ ഈ നാട്ടിൽ നിന്ന് ഒഴിപ്പിച്ച് ഇതിന് കുറുക്കമൂല എന്നുള്ള പേര് മാറ്റി നല്ല വല്ല തലക്കൊള്ളി എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഇവർ ശരിക്കും കുറുക്കന്മാരില്ലേ? അതൊക്കെ നീ ഇപ്പൊ കണ്ടേ. ഒരു മൈൻഡ് നമ്പറിൽ കബഡി